തിരുവനന്തപുരത്തു നിന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള തത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ്. നമുക്ക് ഈ കുടുംബത്തെ പരിചയപ്പെടാം. സാറിൻ്റെ പേര്? ഐസക്. ഐസക് അല്ലേ? സാർ എന്തെടുക്കുന്നു? ഞാനൊരു സർവീസ് സെൻ്റർ നടത്തുക. അല്ലേ? പേരെന്താണെന്ന് പറയാമോ? എൻ്റെ പേര് ലൈസമ്മ. ലൈസമ്മ. ലൈസമ്മ എന്തെടുക്കുന്നു? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? തത്തമ്പള്ളി സെൻറ് മൈക്കിൾസിൽ. ഇനി എത്ര വർഷം കൂടിയുണ്ട് സർവീസ്? ഈ വർഷം തീരുക. ഈ വർഷം റിട്ടയർ ആകുകയാണ്. തിരുവനന്തപുരത്ത് RCCയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എത്ര വർഷം? ഞങ്ങൾ 2 വർഷമായി. കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ ഡിസംബറിൽ തുടങ്ങിയത്. 2 വർഷമായി. ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന്, ആ രോഗത്തിൻ്റെ ആദ്യം രോഗം അറിഞ്ഞ കാര്യം, പിന്നെ ചികിത്സയിലേക്ക് പോയ കാര്യം, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങാമോ? ഇങ്ങനെ ബ്രസ്റ്റിലൊരു മുഴ പോലെ വന്നു. ഞങ്ങളത് ഡോക്ടറെ ഇവിടെ കണ്ടു. ഡോക്ടർ അതിൻ്റെ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്യാൻസറിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. ലൂർദ് മാതാ കെയറിൽ നിങ്ങൾ വരാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയോ? ലൂർദ് മാതായിൽ ഞങ്ങളിപ്പോൾ ഒരു തുടക്കം മുതൽ ആദ്യം അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ താമസം, നമ്മളിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, താമസമൊക്കെ അങ്ങനെ പലരോടും നമ്മുടെ അച്ഛന്മാരോടൊക്കെ പള്ളിയിലൊക്കെ ഞാനിങ്ങനെ ഇൻവോൾവ് ആയിരിക്കുന്നതുകൊണ്ട് അച്ഛന്മാരോട് ചോദിച്ചപ്പം ഞങ്ങളുടെ വികാരിച്ചൻ തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, ലൂർദുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ മോഹനച്ചനെ ഫോണിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ വരികയാണ് ചെയ്തത്. ലൂർദ് മാതയിൽ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്തായിരുന്നു? ലൂർദ് മാതായിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഒരു സ്വന്തം വീട്ടിലേക്ക് ചെന്നൊരു അനുഭവമാണ് അവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള നമ്മൾ വിശുദ്ധ കുർബാനയും ജപമാല അർപ്പണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് പോകാതെ തന്നെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അത് വലിയൊരു അനുഭവമാണ്. നേരത്തെ അവിടെ ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സമയവും തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് മിക്കവാറും 90% സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം അവിടെ വരുമ്പോൾ അവിടെ മുറിയെല്ലാം ഫുള്ളായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ റൂം കിട്ടിയില്ല. പക്ഷേ എന്നാൽ തന്നെയും അച്ഛൻ മറ്റൊരു സ്ഥലം പറഞ്ഞു തരികയും ഞങ്ങളവിടെ പോവുകയും അവിടെ മുറി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ടീച്ചറിന് ഇപ്പം കീമോ ആണോ റേഡിയേഷൻ ആണോ ചെയ്യുന്നത്? കീമോ നടക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ക്യാൻസർ ആണെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പം വലിയൊരു പേടിയാണോ അതോ എന്താ? കാരണം എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ക്യാൻസർ ആണെന്നറിഞ്ഞു പേടിയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായി സുഖപ്പെടുന്ന ഒരു അസുഖമാണെന്നുള്ളത് നല്ല ഉത്തമമായ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അസുഖം വന്നാലും അത് റിക്കവർ ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ RCCയിലെ ട്രീറ്റ്മെൻറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത് റിക്കവർ ചെയ്ത് വരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ്. ഇപ്പോഴും ആ വിശ്വാസത്തിൽ തന്നെയാണ്. മറ്റ് ഹോസ്പിറ്റൽ പോലെയല്ല RCC. എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയോടെ നടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അനുഭവം. ഇതാന്ന് അറിഞ്ഞപ്പോൾ വീട്ടിലുള്ള സാഹചര്യം എന്തായിരുന്നു? ആദ്യം ഒന്ന് പകച്ച് ഇച്ചിരി സങ്കടമൊക്കെ തോന്നി. കാരണം ഇവളാണെങ്കിലും ഭയങ്കര പ്രാർത്ഥനക്കാരിയും ഒരു മുൻ സൺഡേ സ്കൂൾ അധ്യാപികയൊക്കെയാണ്. പിന്നെ ഞാനാണെങ്കിലും ഇങ്ങനെ എപ്പോഴും പള്ളിയോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് രണ്ടുപേരോടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ വന്നപ്പം ഞങ്ങൾക്കൊരു ആദ്യം ഒരു ഇതുണ്ടായി. എന്താണ് ഇത്രയധികം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടും ജീവിച്ചിട്ടും ഇങ്ങനെ അനുഭവം കിട്ടിയെന്നുള്ളൊരു തോന്നൽ ആദ്യം തോന്നി. പക്ഷെ ഇപ്പം അതെല്ലാം മാറി. മക്കളൊക്കെ എന്ത് പറയുന്നു? അമ്മയ്ക്ക് അസുഖമെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതും. അല്ലാതെ അവർ അമ്മയ്ക്ക് എല്ലാ സപ്പോർട്ടും അവരുണ്ട്. ഇത്രയേറെ ഹോസ്പിറ്റലുകൾ 90-ലധികം ആശുപത്രികളൊക്കെ ഉള്ള ഇത്രയും വലിയൊരു സ്ഥലം, തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് നമ്മുടേതായിട്ട് ഏതെങ്കിലും പുതിയ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ശുശ്രൂഷകളിൽ കുറേ കൂടി വിപുലമായ ചിലതുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ യാത്രകൾക്കിടയിൽ നിങ്ങളുടെ സംസാര വിഷയങ്ങളായിട്ടുണ്ടോ? അതോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലൂർദ് പോലെയുള്ള സ്ഥാപനങ്ങൾ അവിടെ കുറച്ചുകൂടെ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു എൻ്റെ ആഗ്രഹമുണ്ട്. കാരണം RCC വെച്ച് പല ആളുകളും, പ്രത്യേകിച്ച് നിർദ്ധരരായവർ, വിദ്യാഭ്യാസം കുറഞ്ഞവർ ഞങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ അടുത്തും ഇവളുടെ അടുത്തും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എവിടെയെങ്കിലും താമസ സൗകര്യം ഉണ്ടോ,
ശരിയാക്കി തരാമോ, ഞങ്ങൾക്കിവിടെ മറ്റേ ഹോട്ടലിലൊന്നും താമസിക്കാൻ പൈസയില്ല. അങ്ങനെ വരുമ്പം നമ്മൾ അവിടെ RCCയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഫ്രീ ആയിട്ട് താമസ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ, ലൂർദിൻ്റെ പേരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ഇവർക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. വിളിക്കുമ്പം 10 സ്ഥലത്ത് വിളിച്ചാൽ 10 സ്ഥലം 9 സ്ഥലത്തും കിട്ടത്തില്ല, ഫോൺ എടുക്കത്തില്ല. എടുക്കുന്നവർ ഇവിടെ ഫുള്ളാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പലരും നിന്ന് കരയുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്നെനിക്ക് തോന്നുന്നു.